ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് വന്നത്. അടിപൊളി സ്നാക്ക് എന്ന് വെച്ചാൽ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഫാനായി മാറും. അതുമാത്രമല്ല നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മസാല എല്ലാം ഇട്ട് കുറച്ച് സമയം ടൈം ഉണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി വെച്ചിട്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ അത് റെഡിയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾക്കിവിടെ മസാല ഉണ്ടാക്കാം. അപ്പം ഒരു വലിയ പാനിലോട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നാടൻ രീതിയിലുള്ള ഒരു മസാലയാണ് ഇതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പിന്നെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ എത്രമാത്രം മസാല ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് സവാളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വഴന്ന് കളർ മാറേണ്ടതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന അത്രയും വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് തേങ്ങ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് പൊടിയുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മളെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് മസാല ആയാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മസാലേൻ്റെ എല്ലാം ഒരു പച്ച കുത്തലുണ്ടാവും. ആ ഒരു സ്മെല്ല് മാറുന്ന വരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം വഴറ്റി റെഡിയായ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങയും പിന്നെ ചിക്കൻ ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച എല്ലാം ഞാൻ ഇതിലേക്ക് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ബ്രസ്റ്റ് പീസ് ഇതുപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഇളക്കിയെടുക്കാം. അവസാനം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി. ഇനി നമ്മൾക്ക് ഇതിലോട്ടൊരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ അജ്മിയുടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. അരി അരച്ചിട്ടുണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലോട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂണ് നിറഞ്ഞ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകമായെങ്കിൽ നമ്മളെ ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ആവുള്ളൂ. ഉപ്പ് കുറഞ്ഞാൽ അതിൻ്റെ രുചി തന്നെ കുറയും. അപ്പോൾ ഉപ്പ് പാകം വേണേ. ഇനി നമ്മൾ ഇതിലോട്ട് നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളമാണ് കേട്ടോ, അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കിയെടുക്കാം. പത്തിരിയിലെ മാവ് കുഴക്കുന്ന പോലെ അത്ര ഹാർഡായിട്ടൊന്നും കുഴക്കണ്ട. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നു. ആ ഒരു രീതിയിൽ നോർമലായിട്ട് തന്നെ കുഴച്ചിട്ട് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ചൂട് പോയിട്ട് കുഴച്ചാലും പ്രശ്നമില്ല കേട്ടോ. ചൂടോട് കുഴക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ബോൾസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രസ്സിലോട്ട് നമ്മൾ ഈ ഒരു ബോൾസ് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വട്ടത്തിലാക്കിയെടുക്കണേ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സ്നാക്കിൻ്റെ റെസിപ്പിയും നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട എല്ലാ ഡൗട്ടും എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ പരത്തുന്ന ഈ എല്ലാം ഉണ്ടല്ലോ ഒരേ അളവിൽ ഒരേ ഷേപ്പിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാം ഒരേ വട്ടത്തിലായണേ. ഇനി നമ്മൾ എടുക്കേണ്ടത് ഒന്നെങ്കിൽ വാഴയില എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അത് വാഴയിലാകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ അതിലേക്ക് തടവി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മസാല ഇടുന്നുണ്ട്. മസാലയൊന്നും അധികം സൈഡിലോട്ടാവാതെ നടുഭാഗത്തായിട്ട് ഇട്ടതിന് ശേഷം അടുത്തതും നമ്മളിതുപോലെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ.
ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിതാ മസാല വെച്ച് കൊടുക്കുക. അപ്പം ഈ ഒരു സമയത്ത് മസാല നല്ലോണം വെക്കണം, ഒരുപാട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കണ്ട. നമ്മളിത് അവസാനം ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സൈഡിലോട്ട് അധികം മസാല ആക്കിയിട്ട് നടുഭാഗത്ത് കൂടുതൽ മസാല ഇല്ലാതെ ആ ഒരു രീതിയിൽ വെക്കണം. എന്നാലും കൂടുതൽ കുറയാനും പാടില്ല. ആ ഒരു മിതമായിട്ടുള്ള ഒരു മസാല മാത്രമേ അടുത്ത ലെയറിലെല്ലാം പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം നമുക്ക് അടുത്തതും ഒന്ന് പരത്തിയെടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ, അപ്പോൾ അത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് സൈഡിൽ പൊട്ടിപ്പോകട്ടോ. പിന്നെ അടുത്ത ലെയറും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓരോ ലെയറും നമുക്ക് എത്ര ലെയർ വേണമെങ്കിൽ ഇതിൽ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ മസാല ഫില്ലിങ്ങും ഈ ഒരു ഓരോ ലെയർ വെക്കുമ്പോഴും ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അടുത്ത ലെയർ വെക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ ഓരോ ലെയറിലും മസാലയും ഫില്ല് ചെയ്തിട്ട് ഇത് റെഡിയാക്കിയെടുക്കണേ. അപ്പോൾ ഇത് നമ്മൾ മസാല എല്ലാം വെച്ച് എല്ലാ ലെയറും ഇതിലേക്ക് ഫില്ലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം, പിന്നെ നല്ല ഇത് വേവിക്കുന്ന രീതിയും നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം നല്ല രീതിയിൽ നല്ലൊരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ തന്നെ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ടും ഉണ്ടാവും, ഒരു ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തേങ്ങാക്കൂട്ടും കൂടി ആവശ്യമുണ്ട്, ഇത് കഴിഞ്ഞില്ല. ഇനി ഇതിനോട്ടായിട്ട് ഞാൻ എടുക്കുന്നത് തേങ്ങപ്പൊടിയാണ് കേട്ടോ, ഉണങ്ങിയ തേങ്ങപ്പൊടിയാണ്. അപ്പോൾ ഇത് പൗഡറല്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിത് സൈഡിലോട്ടെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കേക്കിനെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ സൈഡിലെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ അധികം മസാല പുറത്തേക്ക് കാണുന്നതെല്ലാം ഒഴിവാകും. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നടുഭാഗത്തായിട്ട് നമ്മളിത് കുറച്ച് തേങ്ങയിലോട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയ ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു എരിവുണ്ടാവും. ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിലുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നടുഭാഗത്തായിട്ട് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ആവിയിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഓയിൽ വേണ്ടാത്തവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കെ. ഇനി അടച്ച് വെച്ച് നമ്മൾക്കൊരു ഏകദേശം ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. അതിൻ്റെ ഉൾഭാഗം ഒക്കെ വേവാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവയ്ക്കോ. നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ അതെല്ലാം നല്ല ക്രിസ്പിയാണ്, പൊട്ടൂല, അതിൻ്റെ ഇതൊന്നും അലിഞ്ഞു പോകില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സ്നാക്കൊക്കെ എടുക്കാനുള്ള ടൈമായേ. ഓയിലി ഫുഡ് ഒഴിവാക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ഇനി നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് ഇത് തിരിച്ചിടാം. അപ്പോൾ ചൂടാറിയിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഞാനിത് തിരിച്ചിട്ടിട്ട് വേറെ പാത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് എടുക്കാനും പറ്റും. ചൂടോടുകൂടി ആക്കിയാൽ നമ്മൾ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതിൻ്റെ പേരൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് സെയിൽ ചെയ്യുന്നവർക്കെല്ലാം നല്ല ഇതായിരിക്കും. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ട്രൈ ചെയ്തിട്ട് നോക്കട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.